ഹലോ, ഡെസിമൽ മെത്തേഡ്സ് എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 82 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും നേരം ചെയ്തതേക്കാളും വ്യത്യസ്തമായിട്ട് 2 നമ്പറുകളും ഡെസിമൽ നമ്പർ വരാണ്. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡെസിമൽ നമ്പർ വരുന്ന നമ്പേഴ്സിൻ്റെ ഡിവിഷനാണ്. അപ്പം നമുക്ക് നേരിട്ട് പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു പാത്രത്തിൽ 4.05 ലിറ്റർ കോക്കനട്ട് ഓയിലുണ്ട്. ഇത് 0.45 ലിറ്റർ അളവ് കൊള്ളുന്ന ബോട്ടിലുകളിലാക്കി. അങ്ങനെയാണെങ്കിൽ എത്ര ബോട്ടിൽ ഉണ്ടാകുമെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യണം. അതായത് 4.05 ഡിവൈഡഡ് ബൈ 0.45. കണ്ടോ, 4.05 ഡിവൈഡഡ് ബൈ 0.45. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 4.05 എന്ന ഡെസിമൽ നമ്പറിനെ ഫ്രാക്ഷനാക്കി എഴുതുന്നു. അപ്പോൾ 405 ഡിവൈഡഡ് ബൈ 100 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കാനായിട്ട് ഡെസിമൽ ഇല്ലാതെ നമ്പർ എഴുതുന്നു. അത് കഴിഞ്ഞ് നോക്കുന്നു ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഡിജിറ്റാണുള്ളത്, അതുകൊണ്ട് 2 0 ഉള്ള 100 ഇടുന്നു. ഡിവൈഡഡ് ബൈ 0.45ന് ഡെസിമൽ ഇല്ലാതെ 45 എന്ന് എഴുതുന്നു. അതിനുശേഷം 45 ഡിവൈഡഡ് ബൈ 100, കാരണം ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റാണുള്ളത്. ഇനി ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത്, ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ വിത്ത് ഇറ്റ്സ് റെസിപ്രോക്കൽ. അപ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ 405 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 ബൈ 45. 45 ബൈ 100നെ മറിച്ചിട്ട് ഗുണിക്കുന്നു. അപ്പോൾ 100ഉം 100ഉം കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്തുള്ളത്? 405 ഡിവൈഡഡ് ബൈ 45. അപ്പോൾ 45 405ൽ 9 ടൈംസ് ആണ്. കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് ആൻസർ 9 എന്ന് കിട്ടും. അതായത് ഈ പാത്രത്തിലുള്ള ഓയിൽ 9 ബോട്ടിലുകളായിട്ടാണ് നിറച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു അയൺ റോഡ് 17.5 മീറ്റർ നീളമുള്ള അയൺ റോഡിന് 2.5 നീളത്തിൽ കഷ്ണങ്ങളാക്കി. അങ്ങനെയാണെങ്കിൽ എത്ര പീസസ് ഉണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 17.5നെ 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 17.5 എന്ന ഡെസിമലിനെ ഫ്രാക്ഷനാക്കി എഴുതുന്നു. അപ്പോൾ 175 ബൈ 10. 2.5 എന്ന ഡെസിമലിനെ ഫ്രാക്ഷനാക്കി എഴുതുന്നു ബൈ 25 ബൈ 10. ഈ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മറിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ 175 ബൈ 10 ഇൻറ്റു 10 ബൈ 25. ഇപ്പോൾ 10ഉം 10ഉം ക്യാൻസലായി പോവും. 25 175ൽ 7 ടൈംസ് ആണ്. അപ്പോൾ എത്ര കഷ്ണമാണ് കിട്ടുക? 7 കഷ്ണമാണ് കിട്ടുക. 17.5 മീറ്റർ നീളമുള്ള അയൺ റോഡിൽ നിന്ന് 2.5 മീറ്റർ നീളമുള്ള 7 പീസസ് ആണ് കിട്ടുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6.5 കിലോഗ്രാം മുളക് പൊടി, 6.5 കിലോ മുളക് പൊടി 0.25 കിലോഗ്രാമുള്ള പാക്കറ്റിലേക്ക് ആക്കി. എന്ന് പറഞ്ഞാൽ 1/4 കിലോ വീതം കൊള്ളുന്ന പാക്കറ്റുകളിലാക്കിയാൽ എത്ര പാക്കറ്റുകൾ നമുക്ക് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ചെയ്യേണ്ടത്? 6.5ന് 0.25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ഡിവൈഡ് ചെയ്യുക? 6.5 എന്ന് പറയുന്ന ഡെസിമലിന് 65 ബൈ 10 എന്ന് എഴുതി. 0.25 എന്ന് പറയുന്ന ഡെസിമലിന് 25 ബൈ 100 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മറിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ 65 ബൈ 10 ഇൻറ്റു 100 ബൈ 25. ഇനി അതിൽ 100ഉം 10ഉം കട്ട് ഷോർട്ട് ചെയ്യാം. 10ൽ ഒരു 0യും 100ൽ ഒരു 0യും കട്ട് ചെയ്ത് കളഞ്ഞു. അടുത്ത സ്റ്റെപ്പിൽ ടീച്ചർ എഴുതിയിട്ടുണ്ട്. ബാക്കി എന്തൊക്കെയാണുള്ളത്? 65 ഇൻറ്റു 10ഉം 25 ആണുള്ളത്. അതിൽ 25ഉം 10ഉം വീണ്ടും കട്ട് ഷോർട്ട് ചെയ്യുന്നു. 5ൽ കട്ട് ഷോർട്ട് ചെയ്യുന്നു. 25 5ൽ 5 പ്രാവശ്യം, 10ൽ 5 2 പ്രാവശ്യം. അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. ബാക്കി പിന്നെ എന്താ ഉള്ളത്? 65 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5. വീണ്ടും ആ 5ഉം 65ഉം കട്ട് ഷോർട്ട് ചെയ്യുന്നു. അപ്പോൾ 13 കിട്ടുന്നു. ബാക്കി എന്താ ഉള്ളത്? 13 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 26 പാക്കറ്റ്സ്. അതായത് നമുക്ക് എത്ര പാക്കറ്റാണ് കിട്ടുക? 26 പാക്കറ്റ്. താങ്ക് യു.